ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഊത്തപ്പം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ തക്കാളി ഒരെണ്ണം, അതുപോലെ തന്നെ ക്യാരറ്റ്, സബോള, 2 കഷ്ണം പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, പിന്നെ വേപ്പില ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കാം. ആദ്യം നമ്മളുടെ ദോശക്കല്ല് വയ്ക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ ഞാനിതുപോലെ വെള്ളം ചേർത്ത് ബ്രഷ് ഇട്ട് വയ്ക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം അതിൽ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇനി നമുക്ക് മാവ് ഒഴിക്കാം. മാവ് ഒഴിക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് കട്ടിയിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയിൽ ഉണ്ടാക്കാം, അല്ല ഒരു ഇത്തിരി പരത്തണമെങ്കിൽ പരത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇങ്ങനെ ഓരോന്നോരോന്നായി ഓരോ ബ്രഷ് ഇട്ട് കൊടുക്കുക, മാക്സിമം അത് ഫുള്ളാവണ രീതിയിൽ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും, പിന്നെ അതിൽ കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പെപ്പർ വേണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പെപ്പറും കൂടി ഇട്ടാൽ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. എന്നിട്ടിത് നല്ലോണം ആവി വന്ന് നല്ല രീതിയിലായി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിടാം. അങ്ങനെ ഓരോ പ്രാവശ്യം നമുക്കിങ്ങനെ മാവ് കോരി ഒഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഊത്തപ്പം ഉണ്ടാക്കാം.